ഈജിപ്ഷ്യൻ രാജകുമാരി ക്ലിയോപാട്രയുടെ തോഴിയായിരുന്നു എന്ന് വാദമുള്ള ഒരു പുനർജന്മ കഥ പറയാം. 1963 ഒഹിയോയിലെ ആഷ്ഫോർഡ് ടൗണിലാണ് എമിലി എന്ന പെൺകുട്ടി ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ പറയുന്ന അസ്വാഭാവികമായ കാര്യങ്ങൾ അവളുടെ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 4-ാം വയസ്സിൽ അവൾ അമ്മയോട് പറഞ്ഞു, "ഞാൻ ജീവിച്ചിരുന്നത് ഈജിപ്തിലായിരുന്നു. രാജകുമാരി ക്ലിയോപാട്രയുടെ തോഴിയായിരുന്നു ഞാൻ." ഒരു 4 വയസ്സുകാരിയുടെ സങ്കല്പമെന്ന രീതിയിൽ അവരതിനെ ചിരിച്ചു തള്ളി. എന്നാൽ എമിലി അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 6-ാം വയസ്സിൽ എമിലി ഇതിനു മുമ്പ് എവിടെ നിന്നും പഠിച്ചിട്ടില്ലാത്ത ഈജിപ്ഷ്യൻ പുരാതന ലിപിയിൽ എഴുതാൻ തുടങ്ങി. അവൾ കാലങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നതെന്നും അവിടെയുള്ള സുഗന്ധമേറിയ പെർഫ്യൂമുകളെക്കുറിച്ചും കൊട്ടാരത്തിൻ്റെ നിർമ്മാണ വൈവിധ്യത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടേയിരുന്നു. എമിലിക്ക് 18 വയസ്സായപ്പോൾ മാതാപിതാക്കളോടൊപ്പം അവൾ ഈജിപ്തിലേക്ക് ഒരു ട്രിപ്പ് പോയി. ഈജിപ്തിൻ്റെ കൂറ്റൻ പിരമിഡുകളുടെ അടുത്തെത്തിയപ്പോൾ മുൻപ് പലതവണ അവിടെ വന്നിട്ടുള്ള രീതിയിൽ എമിലി അതിൻ്റെ വിശാലമായ ഹാളുകളിലൂടെ നിസ്സംശയം നടന്നു. സന്ദർശകർക്ക് അറിയാത്ത അറകളെ ചൂണ്ടിക്കാട്ടി. ഒരു ചെറിയ അറയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, "ഇവിടെയാണ് ഞാൻ ഉറങ്ങിയിരുന്നത്." അവളുടെ മാതാപിതാക്കൾ അത്ഭുത സ്തബ്ധരായി നിന്നു. കാരണം അവിടെ അങ്ങനെ ഒരു അറയുണ്ടെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ല. ഇനിയായിരുന്നു അത്ഭുതം. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പിരമിഡിനുള്ളിൽ ഒരു കല്ലറ തുറന്നു. അതിനുള്ളിൽ കൃത്യമായി പൊതിഞ്ഞ് അടക്കം ചെയ്ത് സംരക്ഷിക്കപ്പെട്ട ഒരു മമ്മിയുണ്ടായിരുന്നു. ആ മമ്മിക്ക് എമിലിയുടെ മുഖസാദൃശ്യമുണ്ടായിരുന്നു. കല്ലറയുടെ പാളികളിൽ രേഖപ്പെടുത്തിയിരുന്ന ചിഹ്നങ്ങൾ പണ്ട് കുട്ടിയായിരുന്ന എമിലി വരച്ചിരുന്ന അതുപോലെ തന്നെയായിരുന്നു. വിശ്വസിക്കാൻ വളരെ പാടാണെങ്കിലും എമിലി ക്ലിയോപാട്രയുടെ തോഴിയായിരുന്നുവെന്നും ഇപ്പോൾ അവൾ പുനർജന്മമാണെന്നും പലരും വിശ്വസിച്ചു പോകുന്നു.